ഒരിക്കൽ കൂടി എല്ലാവർക്കും KTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് SSC JEE 2020 എർത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എർത്തിങ് റിലേറ്റഡ് ആയിട്ട് അറ്റ്ലീസ്റ്റ് 1 to 2 ക്വസ്റ്റ്യൻസ് നോർമലി ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആസ് പെർ IE rule, the minimum allowable variation between declared and actual voltage at consumers premises should be. Indian electricity rule പ്രകാരം മിനിമം എത്ര വോൾട്ടേജ് വേരിയേഷൻ ആണ് കൺസ്യൂമർ പ്രൊമൈസസിന്റെ എൻഡിൽ പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൊടുത്തിരിക്കാം ഇറ്റ് ഷുഡ് ബി +or-3%. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. കൊടുത്തിരിക്കുക ദി മിനിമം അലവബിൾ വേരിയേഷൻ ഇസ് +or-3% and maximum is +or-5%. Okay, maximum +or-5% ആണ്. രണ്ടാമത്തെ ചോദ്യം, the conductor by means of which the metal body of an equipment or an application is connected to earth is known as. നമ്മുടെ മെറ്റൽ ബോഡി ഏതെങ്കിലും അപ്ലിക്കേഷൻ്റെ അപ്ലയൻസസിൻ്റെ മെറ്റൽ ബോഡി നമ്മൾ എർത്തായിട്ട് കണക്ട് ചെയ്യുന്ന കണ്ടക്ടറിൻ്റെ പേര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടറാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ അല്ലെങ്കിൽ ECC എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ചോദ്യം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, കുറേ വട്ടം ചോദിച്ചിട്ടുള്ളതാണ് SSC JEE. ആസ് പെർ ദി റെക്കമെൻഡേഷൻ ഓഫ് ISI, the maximum number of points of lights, fans and socket outlets that can be connected in one sub-circuit. ഒരു സബ് സർക്യൂട്ടിൽ എത്ര നമ്പർ ഓഫ് പോയിന്റ്സ്, ഏത് പോയിന്റ്സ് ആണ് ലൈറ്റ്, ഫാൻ അല്ലെങ്കിൽ സോക്കറ്റ്, അതായത് ലൈറ്റ് പോയിന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം ഒരു സബ് സർക്യൂട്ടിൽ എത്ര ലൈറ്റ് പോയിന്റ്സ് ആണ് കണക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ 10. ഓക്കെ, 10 സബ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ 10 പോയിന്റ്സ് അല്ലെങ്കിൽ ഓർ 800 വാട്ട്സ് അല്ലെങ്കിൽ 800 വാട്ട്സ്, ഇതിലേതാണോ മാക്സിമം അതാണ് കണക്ട് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, കുറേ വട്ടം ചോദിച്ചിട്ടുള്ളതാണ്, കൊടുത്തിരിക്കുക മാക്സിമം നമ്പർ ഓഫ് light points that can be connected one sub circuit is 10 points or 800 watts. അടുത്തത് നാലാമത്തെ ചോദ്യം, the earthing electrode should be placed within what distance in meter from the building whose installation system is being earthed. അതായത് എർത്തിങ് ഇലക്ട്രോഡ് നമ്മൾ എർത്ത് ചെയ്യുന്ന ബിൽഡിങ്ങിൽ നിന്ന് എത്ര മീറ്റർ അകലെയായിരിക്കണം മിനിമം ആയിട്ട്, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക മിനിമം ഒരു ഇൻസ്റ്റലേഷൻ സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ നിന്ന് മിനിമം 1.5 മീറ്ററിൽ അകലെയായിരിക്കണം എർത്തിങ് ഇലക്ട്രോഡ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ കൊടുത്തിരിക്കുക എർത്തിങ് ഇലക്ട്രോഡ് നമ്മൾ വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കണം നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. വെർട്ടിക്കൽ പൊസിഷനിൽ വേണം നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുക. അപ്പോൾ 1.5 മീറ്റർ അവേ ആയിരിക്കണം, ബിൽഡിങ്ങിൽ നിന്ന് 1.5 മീറ്റർ അവേ ആയിരിക്കണം നമ്മൾ എർത്തിങ് ചെയ്യേണ്ടത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ദി ആക്സെപ്റ്റബിൾ വാല്യൂ ഓഫ് ഗ്രൗണ്ടിങ് റെസിസ്റ്റൻസ് ടു ഡൊമസ്റ്റിക് അപ്ലിക്കേഷൻ ഇസ്. അത് ഡൊമസ്റ്റിക് അപ്ലിക്കേഷനിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രൗണ്ടിങ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ആപ്ലിക്കേഷനും ഓരോ റെസിസ്റ്റൻസ് വാല്യൂ ആണ്. അപ്പോൾ ഡൊമസ്റ്റിക് അപ്ലിക്കേഷന് ഇറ്റ് ഷുഡ് ബി 1 ohm. 1 ohm ആണ് ഡൊമസ്റ്റിക് അപ്ലിക്കേഷന് വേണ്ടത്. അടുത്തത് ആറാമത്തെ ചോദ്യം, what is the maximum number of point of light, fan and socket outlets that can be connected in one sub-circuit? വീണ്ടും റിപ്പീറ്റേഷൻ ആണ് ചോദ്യം. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ 10 പോയിന്റ്സ് ആണ് ഒരു സബ് സർക്യൂട്ടിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ഏഴാമത്തെ ചോദ്യം, what is the maximum load that can be connected in a circuit connecting only lighting points? ഇത് പോയിന്റ്സിന് പകരം വാട്ട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ എത്ര പോയിന്റ്സ് ആയിരുന്നു, ഈ ക്വസ്റ്റ്യനിൽ എത്ര വാട്ട്സ് ആണ് കണക്ട് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഓപ്ഷൻ 800 വാട്ടാണ് ഒരു ലൈറ്റിംഗ് പോയിന്റ്സിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. 800 വാട്ട്സ് അല്ലെങ്കിൽ 10 പോയിന്റ്സ്. ഇത് ഓർത്തിരിക്കുക, പലവട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്തത് എട്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ഫാക്ടർ ഓഫ് സേഫ്റ്റി യൂസ്ഡ് ഫോർ കറന്റ് റേറ്റിംഗ്സ് ഇൻ എ പവർ ഇൻസ്റ്റലേഷൻ? പവർ ഇൻസ്റ്റലേഷന് ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്രയാണ് നോർമലി യൂസ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പവർ ഇൻസ്റ്റലേഷന് ഫാക്ടർ ഓഫ് സേഫ്റ്റി നോർമലി 2 ആണ്. ഓക്കെ, ഈ വാല്യൂ കൊടുത്തിരിക്കുക. പവർ ഇൻസ്റ്റലേഷന് ഫാക്ടർ ഓഫ് സേഫ്റ്റി 2 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അടുത്തത് 9ാമത്തെ ചോദ്യം,
A lighting sub-circuit has 100 watt lamps. ഒരു sub-circuitൽ 100 വാട്ടിന്റെ ലാംപ്സ് ഉണ്ട്. If the rated current of the fuse in the circuit is 5 amps. 5 amps എന്ന് വെച്ചാൽ ലൈറ്റ് ലോഡിന്റെ ഇതാണ് 5 amps റെപ്രസെന്റ് ചെയ്യുക. ലൈറ്റ് ലോഡിനാണ് നമ്മൾ എപ്പോഴും 5 ആംസിന്റെ സോക്കറ്റ് നമ്മൾ യൂസ് ചെയ്യുക. ലൈറ്റ് ലോഡ്. The maximum number of light points on this circuit without violating regulations and safety should be. Okay, അപ്പോൾ 100 വാട്ടിന്റെ ലാമ്പാണ്. നമ്മൾ പറഞ്ഞു 800 വാട്ട് വരെ ഒരു സബ് സർക്യൂട്ടിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു സബ് സർക്യൂട്ടിൽ 100 വാട്ട് ആണെങ്കിൽ 800 ഡിവൈഡഡ് ബൈ 100 വാട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 8 പോയിന്റ് ആണ് നമുക്ക് ഈ ഒരു സബ് സർക്യൂട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഇത് 100 വാട്ട്. ഇത് 100ന് പകരം 200 വാട്ട് ആയിരുന്നെങ്കിൽ എത്രയായിരിക്കും? 200 വാട്ട് ആയിരുന്നെങ്കിൽ 800 ഡിവൈഡഡ് ബൈ 200 വാട്ട്സ് ഒരു സബ് സർക്യൂട്ടിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 4 പോയിന്റ്സ് ആണ് ഒരു സബ് സർക്യൂട്ടിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുക. ഇഫ് ദി വാട്ടേജ് ഇസ് 200 വാട്ട്സ്. അപ്പോൾ ഓർത്തിരിക്കാം. അടുത്തത് 10ാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് എർത്തിങ് ഇസ് ഓൾസോ കോൾഡ് ആസ് ഫയർ എർത്തിങ്? ഏത് ടൈപ്പ് ഓഫ് എർത്തിങ്ങിനെയാണ് നമ്മൾ ഫയർ എർത്തിങ് എന്ന പേരിൽ നമ്മൾ വിളിക്കാറുള്ളത്? ഓർത്തിരിക്കുക, ഫയർ എർത്തിങ്. അപ്പോൾ നോർമലി റോഡ് എർത്തിങ് ആണ് നമ്മൾ ഫയർ എർത്തിങ് എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. റോഡ് എർത്തിങ് ആണ് നമ്മൾ ഫയർ എർത്തിങ് എന്ന പേരിൽ നമ്മൾ വിളിക്കാറുള്ളത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദി കോപ്പർ സ്ട്രിപ്സ് യൂസ്ഡ് ഫോർ ദി സ്ട്രിപ്പ് എർത്തിങ്? സ്ട്രിപ്പ് എർത്തിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന കോപ്പർ സ്ട്രിപ്പിന്റെ ഡയമെൻഷൻ എത്രയാണ്? ഓർത്തിരിക്കുക, 25 mm × 4 mm ആണ് ഇതിന്റെ ഡയമെൻഷൻ. ഇപ്പോൾ യൂണിറ്റ് ഓർത്തിരിക്കുക 25 mm ആണ്. ഓക്കെ, 25 mm by 4 mm അല്ലെങ്കിൽ 2.5 സെന്റിമീറ്റർ × 0.4 സെന്റിമീറ്റർ. ഇതാണ് സെന്റിമീറ്ററിലാണ്. ഓർത്തിരിക്കുക, 25 mm × 4 mm ആണ് സ്ട്രിപ്പ് എർത്തിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോപ്പർ സ്ട്രിപ്പിന്റെ ഡയമെൻഷൻ. അടുത്തത് 12ാമത്തെ ചോദ്യം, വാട്ട് ഷുഡ് ബി ദി വാല്യൂ ഓഫ് എർത്തിങ് റെസിസ്റ്റൻസ് ഫോർ ലാർജ് പവർ സ്റ്റേഷൻ? ലാർജ് പവർ സ്റ്റേഷൻസിന് എർത്തിങ്ങിന്റെ വാല്യൂ എത്രയാണ്? നമ്മൾ നേരത്തെ പഠിച്ചു ഡൊമസ്റ്റിക് ഇൻസ്റ്റലേഷന് എർത്തിങ്ങിന്റെ വാല്യൂ 1 ohm ആയിരുന്നു. ഓക്കെ, ഡൊമസ്റ്റിക് ഇതിന് 1 ohm ആയിരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലാർജ് പവർ സ്റ്റേഷൻസിനാണ്. അപ്പോൾ ലാർജ് പവർ സ്റ്റേഷൻസിന് 0.5 ohm ആണ്. ഓക്കെ, ഓർത്തിരിക്കുക, ലാർജ് പവർ സ്റ്റേഷൻസിന് 0.5 ohm ആണ്. അതുപോലെ തന്നെ സ്മോൾ സബ്സ്റ്റേഷന് 2 ohm ആണ്. നേരത്തെ പറഞ്ഞ പോലെ ലാർജ് സബ്സ്റ്റേഷൻ ആണെങ്കിൽ 0.5 ohm, സ്മോൾ സബ്സ്റ്റേഷൻ ആണെങ്കിൽ 2 ohm, ഡൊമസ്റ്റിക് ഇൻസ്റ്റലേഷൻ ആണെങ്കിൽ 1 ohm. ഓർത്തിരിക്കുക. അടുത്തത് 13ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ഡയമീറ്റർ ഓഫ് GI പൈപ്പ് ത്രൂ വിച്ച് ദ എർത്ത് വയർ നീഡ്സ് ടു ബി ടേക്കൺ ഔട്ട്? നമ്മൾ യൂസ് ചെയ്യുന്ന GI പൈപ്പിന്റെ ഡയമീറ്റർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 13 mm ആണ്. ഓർത്തിരിക്കുക. അടുത്തത് 14ാമത്തെ ചോദ്യം, വിച്ച് സെറ്റ് ഓഫ് റൂൾസ് ആർ ടു ബി വെരിഫൈഡ് ഓൺ കംപ്ലീഷൻ ഓഫ് വയറിംഗ് ഓൺ എനി ന്യൂ ഇൻസ്റ്റലേഷൻ? ഓക്കെ, അതായത് വയറിംഗ് ഇൻസ്റ്റലേഷൻ ഏത് റൂൾ പ്രകാരമാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്? ഓക്കെ, ഓർത്തിരിക്കുക, ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾസ് 1956 പ്രകാരമാണ് നമ്മൾ എല്ലാം വെരിഫൈ ചെയ്യേണ്ടത്. വയറിങ്ങിന്റെ എല്ലാ ഇൻസ്റ്റലേഷനും വെരിഫൈ ചെയ്യേണ്ടത് 1956ന്റെ റൂൾ വെച്ചിട്ടാണ്. അതിന് നമ്മൾ ഇപ്പോഴത്തെ റൂള് അത് 2003 ആണ്. മോഡിഫൈ ചെയ്തത് 2003 ആണ്. അപ്പോൾ 2003യും ഈ ഒരു വെരിഫിക്കേഷൻ ഓഫ് വയറിംഗ് ഓൺ ഇൻസ്റ്റലേഷൻ ബന്ധപ്പെട്ടുള്ളതാണ്. അടുത്തത് 15ാമത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ദ ലീക്കേജ് കറന്റ് മസ്റ്റ് നോട്ട് ബി മോർ ദാൻ ഡാഷ് ഓഫ് മാക്സിമം സപ്ലൈ കറന്റ്. മാക്സിമം സപ്ലൈ കറന്റിനേക്കാളും ലീക്കേജ് കറന്റ് എത്ര കൂടാനായിട്ട് പാടില്ല? ഓർത്തിരിക്കുക, 1/5000 ടൈംസ് കൂടാനായിട്ട് പാടില്ല. ഓക്കെ, മാക്സിമം സപ്ലൈയുടെ 1/5000 ടൈംസ് കൂടാനായിട്ട് പാടില്ല. ഈ ഒരു വാല്യൂ ഓർത്തിരിക്കുക, 1/5000 ഓഫ് ദി മാക്സിമം സപ്ലൈ കറന്റ്. അടുത്തത് 16ാമത്തെ ചോദ്യം, ഹൗ മെനി ഔട്ട്ലെറ്റ്സ് ആർ പെർമിറ്റഡ് ഇൻ എ പവർ സർക്യൂട്ട്? ഓക്കെ, അടുത്തത് പവർ സർക്യൂട്ട് ആണ്. ഇതുവരെ നമ്മൾ പഠിച്ചതൊക്കെ ലൈറ്റ് സർക്യൂട്ട് ആണ്. ലൈറ്റ് സർക്യൂട്ട് നമ്മൾ എന്താണ് പറഞ്ഞത്? ലൈറ്റ് സർക്യൂട്ടിൽ 10 പോയിന്റ്സ് ഓർ 800 വാട്ട്സ്, ഇതാണ് ലൈറ്റ് സർക്യൂട്ടിൽ. ഇനി അടുത്തത് നമ്മൾ ചോദിച്ചിട്ടുണ്ട് പവർ സർക്യൂട്ട്. ഓക്കെ, പവർ സർക്യൂട്ടിൽ മാക്സിമം പെർമിറ്റ് ചെയ്യാൻ പറ്റുന്നത് 2 പോയിന്റ്സ് ആണ്. ഓക്കെ, ഓർത്തിരിക്കുക, പവർ സർക്യൂട്ടിൽ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുക 2 പോയിന്റ്സ് അല്ലെങ്കിൽ 3000 വാട്ട്സ്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റാം. ഓക്കെ,
അടുത്തത് 17ാമത്തെ ചോദ്യം ഓർത്തിരിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ധാരാളം വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ലൈറ്റ് സർക്യൂട്ടും പവർ സർക്യൂട്ടും തമ്മിലുള്ള എത്ര പോയിന്റ്സ് വേണമെന്നുള്ളത്. അടുത്തത് വാട്ട് ഈസ് ദി മാക്സിമം ലോഡ് ദാറ്റ് ഈസ് പെർമിറ്റഡ് ഇൻ എ പവർ സർക്യൂട്ട്. ഇത് വാട്ട്സിന്റെ ടൈപ്പിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അവിടുത്തെ പറഞ്ഞു പവർ സർക്യൂട്ടിൽ 3000 വാട്ട്സ് ആണ് മാക്സിമം നമുക്ക് അലൗ ചെയ്യാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ 2 പോയിന്റ്സ്. അടുത്തത് 18 ദ റെസിസ്റ്റിവിറ്റി ഓഫ് എർത്ത് ഇൻക്രീസസ് ഷാർപ്ലി വെൻ മോയ്സ്ചർ ഫോൾസ് ബിലോ. അതായത് എർത്തിന്റെ റെസിസ്റ്റിവിറ്റി എപ്പോഴാണ്, മോയ്സ്ചർ എത്ര കുറയുമ്പോഴാണ് എർത്തിന്റെ റെസിസ്റ്റിവിറ്റി കൂടുക. കൊടുത്തിരിക്കുക 20%-നേക്കാളും കുറയുമ്പോഴാണ് എർത്ത് റെസിസ്റ്റിവിറ്റി ഓഫ് എർത്ത് കൂടുക. ഓക്കെ, ഇനി എർത്ത് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ചിലപ്പോൾ ചോദിക്കാം. എർത്ത് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, എർത്ത് റെസിസ്റ്റൻസ് എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ടൈപ്പ് ഓഫ് സോയിൽ, ഓക്കെ, ഒന്ന് ടൈപ്പ് ഓഫ് സോയിൽ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ കണ്ടീഷൻ ഓഫ് സോയിൽ, പിന്നെ മോയ്സ്ചർ കണ്ടന്റ്, അവസാനത്തത് ഇലക്ട്രോഡ്സിന്റെ സൈസ് ഓഫ് ഇലക്ട്രോഡ്. ഇതൊക്കെയാണ് എർത്ത് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് കൊടുത്തിരിക്കുക. അടുത്തത് 19ാമത്തെ ചോദ്യം ദ ലൂപ്പ് എർത്ത് വയർ യൂസ്ഡ് ഷാൽ നോട്ട് ബി ഓഫ് സൈസ് ലെസ് ദാൻ. നമ്മൾ യൂസ് ചെയ്യുന്ന എർത്ത് വയർ, ലൂപ്പ് എർത്ത് വയർ എത്ര സൈസിനേക്കാളും കുറയാൻ പാടില്ല. ഓർത്തിരിക്കുക 14 SWG കുറയാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ 14 SWG അല്ലെങ്കിൽ 2.9 mm² ഓഫ് ഹാഫ് ഓഫ് ദി സൈസ് ഓഫ് ദി സബ് സർക്യൂട്ട് വയർ. ആ സബ് സർക്യൂട്ട് വയറിന്റെ ഹാഫിനേക്കാളും കുറയാനായിട്ട് പാടില്ല. അടുത്തത് 20 എർത്ത് പിറ്റ് ഷുഡ് നോട്ട് ബി ലൊക്കേറ്റഡ് നിയർ. എർത്ത് പിറ്റ്സ് എവിടെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. തന്നിരിക്കുന്ന 3 ഓപ്ഷൻസിലും നിയറിലായിട്ട് എർത്ത് പിറ്റ് പാടില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അതായത് എർത്ത് പിറ്റ് ഷുഡ് നോട്ട് ബി നിയർ റോഡ്സ്, പാവ്മെന്റ്സ് ഓർ റെയിൽ ട്രാക്സ്. ഇതിനടുത്തൊന്നും എർത്ത് പിറ്റ് പാടില്ല. ഓക്കെ, അടുത്ത 21ാമത്തെ ചോദ്യം ഇൻ വയറിംഗ് ആൻഡ് വൈൻഡിങ് അബ്രിവേഷൻ ഫോർ SWG. SWGയുടെ അബ്രിവേഷൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? SWG എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് വയർ ഗേജ്. SWGന് പകരം നമ്മൾ AWG എന്നും പറയും. അത് അമേരിക്കൻ വയർ ഗേജ് ആണ്. ഓക്കെ, അമേരിക്കൻ വയർ ഗേജ്. ഓക്കെ, ഓർത്തിരിക്കാം. അടുത്തത് 22ാമത്തെ ചോദ്യം അനദർ നെയിം ഓഫ് ന്യൂട്രൽ എർത്തിങ്. ന്യൂട്രൽ എർത്തിങ്ങിന്റെ വേറൊരു പേര് എന്ന് പറഞ്ഞാൽ സിസ്റ്റം എർത്തിങ് ആണ്. ഓക്കെ, വേണമെങ്കിൽ അടുത്ത വട്ടം ചോദിക്കുക സിസ്റ്റം എർത്തിങ്ങിന്റെ വേറൊരു പേര് എന്താണ്? ന്യൂട്രൽ എർത്തിങ്. ഓക്കെ, ഓർത്തിരിക്കുക ന്യൂട്രൽ എർത്തിങ്ങിന്റെ വേറെ പേര് സിസ്റ്റം എർത്തിങ്, അല്ലെങ്കിൽ സിസ്റ്റം എർത്തിങ്ങിന്റെ വേറൊരു പേര് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ എർത്തിങ് ആണ്. അടുത്ത 23ാമത്തെ ചോദ്യം while estimating the overhead lines if the number of poles required are 14, then what is the estimated number of earth sets required? അതായത് ഓവർഹെഡ് ലൈൻസ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം 14 പോൾസ് വേണം. 14 പോൾസ് ഓവർഹെഡ് ലൈൻസ് റിപ്രസെന്റ് ചെയ്യാനായിട്ട് 14 ഹോൾസ് വേണമെങ്കിൽ എത്ര നമ്പർ ഓഫ് എർത്ത് സെറ്റ്സ് ആണ് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 4 സെറ്റ്സ് ആണ് വേണ്ടത്. 4ൽ 2 സെറ്റ്സ് എന്തിനാണ്? 2 സെറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുക എക്വിപ്മെന്റ് എർത്തിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, 2 സെറ്റ്സ് യൂസ് ചെയ്യുന്നത് എക്വിപ്മെന്റ് എർത്തിങ്ങിനും, ബാക്കി 2 യൂസ് ചെയ്യുന്നത് ന്യൂട്രൽ എർത്തിങ്ങിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 2 പോയിന്റ് കൊടുത്തിരിക്കുക. ടോട്ടൽ 4 സെറ്റ്സ് ആണ് യൂസ് ചെയ്യുക. അതിൽ 2 എക്വിപ്മെന്റ് എർത്തിങ്ങിനും 2 ന്യൂട്രൽ എർത്തിങ്ങിനുമാണ് യൂസ് ചെയ്യുക. അടുത്തത് 24ാമത്തെ ചോദ്യം ഇഫ് ദി കണക്റ്റഡ് ലൈറ്റ് ലോഡ് ഇൻ എ ഹൗസ് ഇസ് 3000 watt ആൻഡ് പവർ സബ് സർക്യൂട്ട് ലോഡ് ഇസ് 6000 watt, then what is the number of sub circuits required? ഓക്കെ, ഇപ്പോൾ പറഞ്ഞ ലൈറ്റ് സർക്യൂട്ട് സബ് സർക്യൂട്ട് പറഞ്ഞിരിക്കുന്നത് 3000 വാട്ടാണ്. അപ്പോൾ നമുക്കറിയാം ലൈറ്റ് സർക്യൂട്ടിൽ മാക്സിമം 800 വാട്ടാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇത് എത്ര സർക്യൂട്ട് വേണം? 3000 ഡിവൈഡഡ് ബൈ 800 ചെയ്യുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 3 പോയിന്റ് സംതിങ് ആണ് വരിക. അത് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യുകയാണെങ്കിൽ 4 സർക്യൂട്ട്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, 4 സർക്യൂട്ട്സ്. ഇനി പവർ സർക്യൂട്ട് 6000 വാട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷെ നമുക്കറിയാം ഒരു സർക്യൂട്ടിൽ മാക്സിമം 3000 വാട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും? 2 സർക്യൂട്ട്സ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് സബ് സർക്യൂട്ട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് സബ് സർക്യൂട്ട്സ് ആണ് ചോദിച്ചതെങ്കിൽ ഇതിന്റെ ആൻസർ വരെ 6 സർക്യൂട്ട്സ് ആണ് വരാം. ഇതിൽ ഓപ്ഷൻ തെറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സബ് സർക്യൂട്ട്സ് ആണ് ചോദിച്ചെങ്കിൽ 6 സർക്യൂട്ട്സ് ആണ് വരാം. അതേസമയം ലൈറ്റിംഗ് സബ് സർക്യൂട്ട്സ് ആണ് ചോദിച്ചെങ്കിൽ 4 സർക്യൂട്ട്സ് വരും. അല്ല, പവർ സർക്യൂട്ട്സ് ആണ് സബ് സർക്യൂട്ടിനെ ചോദിച്ചെങ്കിൽ 2 സർക്യൂട്ട്. ഓക്കെ, ടോട്ടൽ വരെയാണ് 6. ലൈറ്റ് സർക്യൂട്ട് ആണെങ്കിൽ 4, പവർ സർക്യൂട്ട് ആണെങ്കിൽ 2. ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക.
അടുത്തത് 25ാമത്തെ ചോദ്യം. ഡാഷ് എർത്തിങ് ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് എർത്തിങ് ആൻഡ് ഈസ് വെരി ചീപ്പ് ഇൻ കോസ്റ്റ്. ഏത് എർത്തിങ് ആണ് ഏറ്റവും ചീപ്പും അതുപോലെ തന്നെ എർത്തിങ്ങിന് നല്ലതായിട്ടുള്ളത്? ഓർത്തിരിക്കുക, പൈപ്പ് എർത്തിങ് ആണ് ഏറ്റവും ചീപ്പും അതുപോലെ തന്നെ ഗുഡ് എർത്തിങ്. അവസാനത്തെ ചോദ്യം 26ാമത്തെ ചോദ്യം. ദ മാക്സിമം നമ്പർ ഓഫ് സോക്കറ്റ് ഔട്ട്ലെറ്റ്സ് അലൗഡ് പെർ സർക്യൂട്ട്. എത്ര പവർ സബ് സർക്യൂട്ടിൽ എത്ര സർക്യൂട്ട് പോയിന്റ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുക? ഓപ്ഷൻ 2 ആണ്, 2 അല്ലെങ്കിൽ 3000 വാട്ട്സ്. അപ്പോൾ നമുക്ക് ഇപ്പൊ തന്നെ കാണാം ധാരാളം വട്ടം ഈ ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എർത്തിങ് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത സെക്ഷനിൽ PYQ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.